തിരൂരിൽ വെച്ചാണ് നടക്കുന്നത്. 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളെ ക്യാമ്പ് പറഞ്ഞ ഭയങ്കര രസാ. ക്ലാസിന്റെ ഇടയിൽ ഭയങ്കര എനിക്ക് ഉമ്മച്ചിനെ കാണാൻ പുതിയ ഉണ്ടെങ്കിൽ പറഞ്ഞ കാര്യം അല്ലേ. ഉമ്മച്ചി എവിടെ? ഉമ്മച്ചി എറണാകുളത്തോ തിരുവനന്തപുരത്തൊക്കെ ചിലപ്പോ കാണാൻ പറ്റില്ലല്ലോ. പക്ഷേ ആദ്യത്തെ 2 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ക്യാമ്പൊക്കെ വരും. ഭയങ്കര അനുഭവമാണ്. അവരെ പ്രൊജക്ട് വർക്കും അവരുണ്ടാക്കുന്ന സംഭവങ്ങൾ കാണണം. നമ്മൾ അന്ന് പഠിച്ച നമ്മളെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് ശരിക്കും ഞെട്ടും. ഇതേപോലെ എനിക്ക് പറയാവുന്നൊരു അനുഭവം, പിന്നെ മത്തായി രാവിലെ പാൽ കറന്നു. പാൽപാത്രവുമായി മത്തായി മാർക്കറ്റിൽ ചെന്ന് പാൽപാത്രം തുറന്നു നോക്കിയപ്പോൾ മത്തായി കണ്ടത് എന്താണ്? നമ്മളൊരു സഹപ്രവർത്തകന്റെ അനുഭവമാണ്. അപ്പൊ മത്തായി കണ്ടതാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് കുട്ടികളോട് പറഞ്ഞു. എന്താ? രാവിലെ എണീറ്റു, മത്തായി പാൽ കറന്നു, പാത്രത്തിലാക്കി. ആ പാത്രം കൊണ്ട് എവിടെ പോയി? മാർക്കറ്റിൽ പോയി. മാർക്കറ്റിൽ ചെന്ന മത്തായി പാൽപാത്രം തുറന്നു നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? പശുവിന്റെ പാല് കണ്ടു ഒരു കുട്ടി. അല്ല, പശുവിന്റെ പാലിന്റെ കൂടെ കുറച്ച് രോമം കണ്ടു. എന്നാല് വളരെ ബുദ്ധിയുള്ളൊരു കുട്ടി എഴുതിയത് എന്താ അറിയോ? വിശന്നു വലഞ്ഞ് തളർന്ന പശുവിന്റെ കിടാവിന്റെ മുഖം കണ്ടു. കാരണം എന്താ? മത്തായി നേരത്തെ പാലെടുത്ത് പോയതാ. ചെന്നോക്കുമ്പോ പാലൊന്നുമില്ല. അപ്പൊ മത്തായി തുറന്നു നോക്കിയപ്പോ കണ്ടത് വിശക്കുന്ന പശുക്കുഞ്ഞിന്റെ മുഖമാണ് കണ്ടത് എന്നാണ്. ഞാൻ പറയണെന്താ വെച്ചാൽ ഇതെന്താ നമ്മളിങ്ങനെ നോക്കുമ്പോ പശുക്കുഞ്ഞിന്റെ മുഖം അങ്ങനെ കാണാം അല്ലെ? നമ്മളങ്ങനെ ചിന്തിക്കുക. പക്ഷെ അതിലുള്ള ഒരു സാഹിതീയതയുണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യം നമ്മളെ കുട്ടീന്റെ അടുത്തുണ്ട്. ഒക്കെ എടുക്കണം. ഓനൊരു പഴയ വാച്ച് അയച്ചപ്പോഴത്തേന് നമ്മള് ഭയങ്കരമായിട്ട് അയച്ചോട്ടെ കൂട്ടരെ, പഴയ വാച്ചല്ല, ഇനി എന്തിനാ പറ്റുക? ഓൻ അയച്ചോൻ പരിശോധിച്ചോട്ടെ. അതിന്റെ അർത്ഥം കുട്ടീനെ അങ്ങനെ ഫ്രീ ആക്കിയിടല്ല എന്നാ അല്ല. നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു രീതി ഉണ്ട്. ആ രീതിയിൽ നിയന്ത്രിക്കണം. പിന്നെന്താ നിങ്ങള് ഇപ്പൊ പ്രവാസികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പ്രവാസികളായ മക്കളെ രക്ഷിതാക്കൾ ചില കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ അതോടെ എത്തുമ്പോ പറഞ്ഞോളാം. അത് ബോധ്യപ്പെടുത്തിയ കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ കുട്ടികൾക്കൊന്നും. വളരെ സ്വസ്ഥായിരിക്കും. അവര് വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും. ഇനി അടുത്തേക്ക് പോകാം. സ്പീഡാക്കാം നമ്മള്. 5ാമത്തെ കാര്യം എന്താ അറിയോ? വില ബോധ്യപ്പെടുത്തണം എന്നതാണ്. എന്തിന്റെ വില? എല്ലാറ്റിന്റെയും വില. പണത്തിന്റെ വില, സമയത്തിന്റെ വില, ആരോഗ്യത്തിന്റെ വില, സ്വഭാവത്തിന്റെ വില, എല്ലാറ്റിന്റെയും വിലയും നിലയും ബോധ്യപ്പെടുത്തണം. ഒരു വാപ്പ മോനോട് പറഞ്ഞു, എനക്കിപ്പോ വയസ്സ് 20 ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഉറുപ്പ്യെങ്കിലും ഒരു ദിവസം ഇവിടെ കൊണ്ടുവന്നു തരാതെ എനക്കിവിടുന്ന് ചോറില്ല. ഇതിങ്ങനെ രാവിലെ ആകുക, അങ്ങോട്ടും ഇങ്ങോട്ടും TVS തെക്ക് വടക്ക് സർവീസ്, രാത്രിയാകുക, വന്ന് കിടന്നുറങ്ങുക, അത് പറ്റൂല. അതുകൊണ്ട് നിർബന്ധമായി ഒരു ഉറുപ്പ്യെങ്കിലും വേണം. പോനെ അമ്മനോട് എന്നിട്ട് പറഞ്ഞേ, എനിക്ക് എവിടേക്കും പോകാൻ കഴിയില്ല, പൈസ ഉണ്ടെങ്കിൽ തന്നോളിയായിരുന്നു. അപ്പൊ അമ്മ എല്ലാ ദിവസവും ഓരോ ഉറുപ്പ്യ എടുത്ത് കൊടുക്കും. ഉമ്മാക്ക് മോനോടുള്ള സ്നേഹം കൊണ്ട്. മോനെ നാശാകണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, പക്ഷെ മോൻ നാശാകണം ചെയ്യാം. പോനെന്ന് ഉപ്പാന്റെ അടുത്ത് ചെല്ലും, 1 ഉറുപ്പ്യ കൊടുക്കും. വാപ്പാക്കാരെ അവൻ പണിക്കൊന്നും പോണില്ല, ഉമ്മ കൊടുക്കണ പൈസയാണ്. വാപ്പ പൈസ വാങ്ങിയിട്ട് നേരെ പറമ്പ് കണ്ടേറി എല്ലാ ദിവസവും. ഒരു ദിവസം അമ്മ പറഞ്ഞു, മോനെ ഉമ്മച്ചിന്റെ അടുത്ത് നീ 1 ഉറുപ്പ്യല്ല, ഇതൊക്കെ എടുത്തു നോക്കിക്കോ. പേഴ്സ് കൊടുത്ത്, ഷെൽഫിന്റെ താക്കോല് കൊടുത്ത്, മൊത്തം തപ്പി 1 ഉറുപ്പ്യം കാണാനല്ല. അങ്ങനെ അവൻ പോയി. അന്ന് അധ്വാനിച്ച് കുറച്ച് പൈസയൊക്കെ കിട്ടി. ആ പൈസയിൽ നിന്ന് 1 ഉറുപ്പ്യ ഉപ്പാന്റെ അടുത്ത് കൊടുത്ത്, ഇപ്പണ്ട് എറിയാനോ അങ്ങോട്ട് ടാപ്പ് എടുത്ത പച്ചി അത് എറിയല്ലേ എന്ന് പറഞ്ഞു. എന്താ? അതാണ് പൈസന്റെ വില ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞാല്. അതാണ് ക്യാഷിന്റെ വില ബോധ്യപ്പെടുത്താന്ന് പറഞ്ഞാല് അല്ലേ? ഇത് അവൻ അധ്വാനിച്ച ഗ്യാസാ, അത് എറിയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. ഈ നിലക്ക് എന്താ ഓരോ കുട്ടികളെ വെറുതെ ഇങ്ങനെ ഒരു ദിവസം കുട്ടികളെ മൊത്തം പോക്കറ്റാണ് തപ്പി. മൊത്തം സ്കൂളിലെ കുട്ടികളെ പോക്കറ്റാണ് തപ്പിയപ്പോ എത്ര ഉറുപ്പ്യെന്നറിയോ? ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടിൻ്റെതും ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് 500 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ, 1000 ഉറുപ്പ്യ കുട്ടികളെ പോക്കറ്റ് മണി. 2 ഉറുപ്പ്യന്റെ അപ്പുറത്ത് ഒരു ഒറ്റ കുട്ടിക്കും പോക്കറ്റ് മണി കൊടുക്കരുത്. ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ എന്താ അറിയോ? തൊട്ടപ്പുറത്ത് സ്കൂളിന്റെ അപ്പുറത്ത് വാങ്ങാൻ കിട്ടുന്ന ചില പാക്സ് ഉണ്ട്. അത് വിതരണത്തിനെടുക്കുന്ന ആൾക്കാരുണ്ട്. 2 വട്ടം ഉപയോഗിച്ചാൽ 3ാമത്തെ വട്ടം അതിനോട് സ്വാഭാവികമായ ഒരു മാനസികാവസ്ഥ തോന്നും. പിന്നെ അത് മതിയാവില്ല, അതിന്റെ അടുത്ത സ്റ്റെപ്പിക്ക് അന്വേഷിക്കാനുള്ള ക്ലൂ അവിടെ തന്നെ കിട്ടും.
അങ്ങനെ പോയിട്ട് അഡിക്റ്റ് ആയിട്ട് മാറും. മാക്സിമം 2 റുപ്യ 1 റുപ്യ ആകെ മതി, ഇത്രയൊക്കെ മതി. വാപ്പാന്റെ കഷ്ടപ്പാടും കഥയൊക്കെ അവിടെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇതിലെന്താ നിങ്ങള്, ഇതിൽ ഈ മുതിർന്ന ആളുകൾക്ക് ഉള്ള റോൾ അവിടെയാണ്. ഇത് വല്ലിപ്പ വല്യമ്മ അങ്ങനെ ഉണ്ടല്ലോ, ഇവരിങ്ങനെ ഇരുത്തിയിട്ട് അന്നത്തെ കഥ പറഞ്ഞു കൊടുക്കണം. അന്നത്തെ കഥ പറഞ്ഞു, അന്ന് പുഴു ഉള്ള കഞ്ഞിയാണ് ഞങ്ങൾ കുടിച്ചിരുന്നത്, അതെന്നെ എന്നും പറയരുത്. അതെന്നെ എന്നും പറഞ്ഞാ പറയും 48 അരെ കുട്ടിയെ 48 തൊട്ടേ കേൾക്കണത് അല്ലേ. അത് നമ്മളെ ജീവിതം, പഴയ കാലത്തെ ആളുകളുടെ ഒരു അവസ്ഥയും ജീവിതം അതായത് അത് വെറുതെ പറയണമെന്നല്ല, ഇത് ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെ നിങ്ങൾ സീരിയസ് ആയിട്ട് പരിശോധിക്കായിട്ടാണ്. മഹാവികൃതികളാണ് അവര്. നമ്മളിങ്ങനെ കഥയൊക്കെ പറയുമ്പോ പറയും, ഇനിയിപ്പോ എന്താ ഞാനും പുഴുവിനകത്ത് നടന്നാ. അങ്ങനെയാണ് നമ്മളെ സമൂഹവും നമ്മളെ സാഹചര്യം അന്തരീക്ഷമൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചും കാര്യമൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കുട്ടികളെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് ആരോഗ്യം ബോധ്യപ്പെടുത്താൻ പറ്റും. എങ്ങനെ അറിയോ, രോഗ സന്ദർശനത്തിന് പോകുമ്പോ കയ്യമ്മ മോനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. ഉണ്ടോ ആ മൂക്കിലിട്ട പൈപ്പ് എന്താന്ന് നിനക്ക് മനസ്സിലായോ, മൂത്രം എങ്ങനെ പോണെന്നറിയോ, ഒക്കെ പറഞ്ഞു കൊടുക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കണം. അവന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികളുടെ വികൃതമായ ചിത്രങ്ങൾ, എന്താ കാരണമില്ലാത്ത രോഗത്തിന്റെ സംഭാവന ചോദിച്ചുകൊണ്ടുള്ള ഫോട്ടോ പത്രത്തിൽ കാണുമ്പോ മോനോ ഇവിടെ വാ നോക്കടാ ഒരു കുട്ടി അല്ലേ, എന്താ വിജയ് നീ ഒന്ന് വായിച്ചു നോക്ക്, മോനോ ഈ അസുഖം മോനും എന്ന് എന്താ കാട്ടപ്പച്ചി അല്ലേ. അതൊക്കെ ഒരു രേഖപ്പെടുത്തൽ അവിടെ ഇങ്ങനെ ഷാർപ്പ് അവിടെ ഇങ്ങനെ വെക്കണത്. ഈ നിലക്ക് ഞാൻ പറയണത്, ഞാൻ നീട്ടി പറയേണ്ടതില്ല, ഓരോന്നും ബോധ്യപ്പെടുത്തണം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഗൾഫിലുള്ള വാപ്പാന്റെ ജീവിതാവസ്ഥ അമ്മ പറഞ്ഞു കൊടുക്കണം. എനിക്കറിയോ പച്ചിന്റെ അവസ്ഥ, പച്ചി രാവിലെ എത്ര മണിക്കുണ്ട് ഇറങ്ങിയാല് ഇത്ര മണിക്കാ വരിക, അവിടുത്തെ ചൂട് എനിക്കറിയോ, പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒരു വിസിറ്റ് കഴിഞ്ഞ് വന്നതിന്റെ ശേഷം ഏറ്റവും ആദ്യം ചെയ്തത് എന്താ അറിയോ, എനിക്കറിയണേ ഒരു ഇസ്ലാഹി പ്രവർത്തകന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച്, അത് ആ വാപ്പാക്ക് ചിലപ്പോൾ എപ്പോഴും അറിയണ്ടാവില്ല, എന്റെ വാപ്പാന്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അതുകൊണ്ട് ഉപ്പനെ വിളിക്കണം, ഉപ്പനോട് പറയണം. നമ്മളെ കുട്ടികളെ ദൂർത്തും ബാക്കി കാര്യമൊക്കെ അവസാനിക്കും. മറ്റേത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും 1 റുപ്യെങ്കിലും മോഷ്ടിക്കാത്തൊരു കുട്ടി ഉണ്ടാവില്ല, ഉറപ്പാണ്. കുട്ടികൾ പൊതുവെ ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു കാലമാണെന്നുള്ളത് മറക്കരുത്. ഇനി 5-മത്തത്, ഉപ്പയും ഉമ്മയും ഒരുമിച്ച് വളർത്തണം. വാപ്പാക്കുള്ളത് എന്താ, വാപ്പാക്ക് വാപ്പ എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട്, ഒരു ഡെസിഗ്നേഷൻ മാത്രം മതി, ബാക്കിയൊക്കെ അമ്മ. അങ്ങനെയല്ല, വാപ്പയും ഉമ്മയും ഒന്നിച്ചാണ് കുട്ടിനെ വളർത്തേണ്ടത്. അപ്പോഴേ അതിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ടാവുള്ളൂ. മൂപ്പരിങ്ങനെ കുറെ കാലം പുറത്തുപോയി നിന്ന് വിദേശത്തുള്ള എന്റെ സംസാരം ബൈലക്ഷനിലൂടെ ഒക്കെ കേൾക്കണ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, അത്യാവശ്യക്കായ പിന്നെ പൂര വേണ്ട. മുത്ത് റസൂലുള്ളാഹി 3 മാസത്തിലധികം സൈനികന്മാരെ യുദ്ധത്തിന് പോലും നിർത്തിയിട്ടില്ല. 3 മാസം കഴിയുമ്പോൾ പെരി പോയിട്ട് പോന്നോന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ കല്യാണം കഴിച്ചിട്ടിന്റെ അടിസ്ഥാനത്തിൽ വികാരങ്ങളെയും വിചാരങ്ങളെയും മുഴുവൻ കടിച്ചമർത്തി നിൽക്കുന്ന ഒരു പെണ്ണും കുടുംബം മൊത്തം നോക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ടല്ലോ അല്ലേ. നമ്മളെ സ്വപ്നങ്ങൾക്ക് അതിർത്തി നിശ്ചയിക്കണം സുഹൃത്തുക്കളെ. അപ്പുറത്തെ വീടിന്റെ വലിപ്പവും അപ്പുറത്തെ വീടിന്റെ പെയിന്റിന്റെ നിറവും അപ്പുറത്തെ വീട്ടിലെ കാർ പോർച്ചിലെ കാറും കണ്ടിട്ട് നമ്മൾ ജീവിതത്തിന്റെ പദ്ധതി ഉണ്ടാക്കരുത്. നമ്മൾ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യണം. എന്നിട്ട് ഉള്ളത് എത്ര കുറച്ചാണെങ്കിലും ആ കുറച്ച് അങ്ങനെ മക്കളൊന്നിച്ച് ജീവിക്കുന്നതിനുള്ളൊരു സന്തോഷമുണ്ട്. ഇത് വർഷത്തിൽ ഒരു 1.5 മാസം വരിക, എന്നിട്ട് ഇവിടെ നിൽക്കുക, എന്നിട്ട് കുറെ സങ്കടം പറയാ, പിന്നെ പോകുക, അവസാനം പ്രഷർ, കൊളസ്ട്രോള്, പിന്നെന്തേനും എല്ലാം. അതിന്റെ ശേഷം ഒരു രോഗാതുരമായ ബോഡിയായിട്ട് വരിക, ഒരു മൂലക്കെ കിടക്കുക അല്ലേ. ഒന്ന് മോനെടുത്തിട്ട് മാറോട് ചേർത്തിട്ട് ഒരു 10 ഉമ്മ കൊടുത്തിട്ട് വീട്ടിന്റെ പറമ്പ് കൂടെ ഒന്ന് നടക്കാൻ മൂപ്പർക്ക് നേരം കിട്ടിയിട്ടില്ല. മൂപ്പര് ഗൾഫിലായിരുന്നു. മോനെ എങ്ങനെയെന്നറിയോ, മോനെ 1 മാസം കൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ടായ കുട്ടി ഇപ്പച്ചി പോകണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോ എന്റെ സുഹൃത്ത് എനിക്ക് അയച്ച മെയിലാണ്, അടുത്ത തവണയെങ്കിലും ഞാൻ വരുമ്പോൾ വീട്ടിൽ നിൽക്കാൻ സാധിക്കാൻ വേണ്ടി നിങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പോന്നപ്പോ ഒരു ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് എന്റെ മോനെ ആ വെള്ളത്തിൽ ഇറക്കി നിർത്തിയിട്ടാ ഞാൻ പോകുന്നത്. വെള്ളം കിട്ടിയതോടുകൂടി അതിൽ കളി തുടങ്ങി, ഞാൻ വണ്ടി കയറി പോന്നു. എന്റെ മനസ്സിന്ന് ആ സീൻ ഒരിക്കലും പോണില്ല എന്നാണ്.
ഓരോ പ്രവാസിയും അനുഭവിക്കുന്ന സങ്കടത്തിന്റെ കണ്ണീരിന്റെ കടൽ, സുഹൃത്തുക്കളെ, അത് വലുതാണ്, അത് വലുതാണ്. അവസാനം മണിമന്ദിരങ്ങൾ പണിത് അതിലൊരു രാത്രി പോലും ഉറങ്ങാൻ കഴിയാതെ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഭാര്യ കണക്കൂട്ടാണ്, ഞാനും മൂപ്പരും 30 കൊല്ലായി കല്യാണം കഴിച്ചിട്ട് ഒന്നിച്ച്, പഠിച്ചോനെ ഒരു വർഷം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് അവൾ നമ്മളെ ആക്ഷേപിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലേ? അതുകൊണ്ട് വാപ്പിയും ഉമ്മയും കൂടിയാ വളർത്തണ്ട്. ഇനി വിദേശത്തുള്ള വാപ്പാക്കൊരു പണി ഞാൻ പറഞ്ഞുതരാം. ഇന്റർനെറ്റ് കോൾ ഉപയോഗപ്പെടുത്തേണ്ടതിനറിയാം, മോനെ വിളിക്കാനാണ്. മോനെ വിളിച്ചിട്ട് സംസാരിക്കേണ്ട കാര്യം നോട്ട് ചെയ്യണം. മോനില്ലാത്ത, മക്കളില്ലാത്ത നേരത്ത് ഭാര്യനെ വിളിച്ചിട്ട് ഇന്നെന്താ, എവിടെയും മോനെ, എന്തായാലും എങ്ങനെയാണോ, എന്താ കാര്യം, ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞാൻ കണ്ടില്ല നിങ്ങൾ പ്രസംഗിക്കാൻ കുറിപ്പുണ്ടാക്കിയത്, ഇതേപോലെ മോനെയും മക്കളെയും വിളിക്കാൻ കുറിപ്പുണ്ടാക്കണം, എന്നിട്ട് വിളിക്കണം. എന്തിനാണ് ഉമ്മച്ചിനോട് മോൻ അങ്ങനെ പറഞ്ഞേ? ഉമ്മച്ചിക്ക് ഭയങ്കര വിഷമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അല്ലേ? വിഷമായപ്പോ പറഞ്ഞാണ്. അതുകൊണ്ട് ഉമ്മച്ചിനോട് ഒന്ന് സോറി പറഞ്ഞടാ, അറിയില്ലേ? ഇതിന് നമുക്ക് സമയം കിട്ടണം. അത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോ വളരെ വൈകും. വിളിക്കാത്ത ചങ്ങാതിമാര് വരെ ഉണ്ട്. 3 ദിവസത്തിലൊരിക്കൽ വിളിക്കും, ആഴ്ചയിലൊരിക്കൽ വിളിക്കും. ഇന്റർനെറ്റ് കോൾ ഉണ്ട് താനും, അല്ലേ? എവിടേക്കാ സുഹൃത്തുക്കളെ ഇത് ഉണ്ടാക്കണേ? എവിടേക്കാ ഉണ്ടാക്കണേ? എന്നിട്ട് നാട്ടിൽ വന്നാലോ, നാട്ടിൽ വന്ന ഓൻ പാർട്ടിക്കാരൻ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തകൻ. നിങ്ങളെ ദാവത്തി നമുക്ക് ആവശ്യമല്ല. ഇവിടെ നാട്ടിൽ പരിപാടി, നിങ്ങളെ നാട്ടിൽ നിങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പരിപാടിയൊക്കെ. പക്ഷെ ആകെ 1.5 മാസം നിൽക്കാൻ വേണ്ടി വന്ന പ്രവാസി, അയാള് പിന്നെ ഹുസൈൻ സെൽഫിന്റെ പരിപാടി അവിടെ, മറ്റ് മുജാഹിദ് വത്സന്റെ പരിപാടി ഇവിടെ. ഈ പെണ്ണോ രാത്രി 1 മണിവരെ അവളങ്ങനെ കാത്തിരിക്കണേ, അല്ലേ? ഇതൊരിക്കലും ഉണ്ടായിക്കൂടാ. ഞാൻ ശക്തമായ എന്റെ സഹപ്രവർത്തകരെ വാൺ ചെയ്യാണ്. അവൾക്കുമുണ്ട് വികാരം തുടിക്കുന്ന ഒരു ഹൃദയം, അവൾക്കുമുണ്ട് ജീവിതത്തിൽ കിനാവുകൾ. അത് നടക്കണം, അതുണ്ടാകണം, അല്ലേ? എന്നിട്ട് നമ്മൾ തളർന്ന് ക്ഷീണിച്ചു വന്ന് നമ്മളെ കയ്യും കാലൊക്കെ ഒഴിഞ്ഞ് നമ്മൾ കൂർക്കം വലിച്ചുറങ്ങാം, അതുണ്ടായിക്കൂടാ. അതുകൊണ്ട് എന്റെ പ്രവാസി സുഹൃത്തുക്കളോട് ഞാൻ പറയാണ്, ഇതിനൊക്കെ ഒരു അതിർത്തിയും ഒരു പരിധിയൊക്കെ ഉണ്ട്. ആ അതിർത്തിയും പരിധിയും ഒക്കെ പാലിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയാന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇനി സുഹൃത്തുക്കളെ, എന്തറിയോ, മറ്റൊന്ന്, വീടിന് പുറത്തും, 6ാമത്തെ കാര്യം, വീടിന് പുറത്തും നമ്മൾ കുട്ടികളുടെ കൂടെ ഉണ്ടാകണം. വീടിന്റെ പുറത്തും കുട്ടികളൊപ്പം ഉണ്ടാകണം. അങ്ങനെ പല പിന്നാലെ നമുക്ക് പോകാൻ പറ്റുമോ? പക്ഷേ ഞങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് ഏതൊരു ഫോൺ കമ്പനിന്റെ അഡ്വർടൈസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളെ കുട്ടിനെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റണം. സ്കൂളിലൊക്കെ ഒന്ന് പോകണം. സ്കൂളിന്റെ മുന്നിൽ കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും മൂപ്പര്. സ്കൂളിലൊന്ന് കയറൂല. വലിയ വാപ്പയാണോ അവന്? വാപ്പാന്ന് പറഞ്ഞ ഡെസിഗ്നേഷൻ കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഒന്ന് കയറിയിട്ട് പിന്നെ ആരെയാണിപ്പോ എന്റെ മാത്സിന്റെ ടീച്ചർ, എന്താ ടീച്ചറെ നമ്മളെ കുട്ടിന്റെ വിവരമൊക്കെ? പഠിക്കാൻ കുറച്ച് മോശമാണ് അല്ലേ? ആണല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം മോനെ. അപ്പുറത്തെ സയൻസിന്റെ സാറാര ആ കുട്ടിനെ ശ്രദ്ധിക്കും. അധ്യാപകനാ പറയണേ, ഞാനൊരു ടീച്ചറാണ്, ഞാനാണ് പറയണത്. ആ കുട്ടിനെ പ്രത്യേകം ശ്രദ്ധിക്കും. ഇവിടെ ചെയ്യലുണ്ടോ? ഓൻ കളിക്കാൻ പോണത് എങ്ങട്ടാ? ഓന്റെ കൂട്ടുകാരാരാ? ഇത് നമുക്ക് അറിയണം. ഓനങ്ങോട്ടാണ് പോയിനോ? പറ്റൂല. അവൻ എങ്ങോട്ട് പോയി, എപ്പോൾ വരും, എന്തിനു പോയി, ആരുടെ കൂടെ പോയി, എന്താണ് അവിടെ പണി, അറിയണം. അറിയാതിരിക്കാൻ പറ്റൂല, ഒരു സംശയമല്ല. അതുകൊണ്ട് വീടിന്റെ പുറത്തും കുട്ടിയുടെ കൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അതായത് LKG-യിലെ കുട്ടി പ്രണയലേഖനം എഴുതുന്ന കാലാപ്പോ, മനസ്സിലായെങ്കിൽ LKG-യിലെ കുട്ടി, ഞാൻ ഈ വിഷയം പ്രസന്റ് ചെയ്തപ്പോ പലയിടത്തും ഇതേ വിഷയം ഇങ്ങനെ പറയേണ്ടി വരും. അപ്പൊ ഈ വിഷയം കൊണ്ട് ആളുകളെ മുന്നിൽ എണീറ്റിക്കുക എന്നുള്ള വലിയൊരു ബാധ്യതയാണ്. വിശേഷിച്ച് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സുഹൃത്തുക്കൾ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രബോധകനും ഇരട്ടി ബാധ്യത. ഇത് വേറെ ഫ്രെയിമിൽ വിഷയം വരണല്ലോ, അല്ലേ? വിഷയം ഫ്രെയിമിൽ വരാൻ വേണ്ടി നമുക്ക് വിഷയം പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് കേട്ട ആളുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ നമ്മളെ ഞാനിങ്ങനെ സ്കൂളിലിങ്ങനെ ഹാജരെടുക്കാൻ വേണ്ടി ചെന്ന ക്ലാസ് ടീച്ചറില്ലാത്ത ദിവസം ഇപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വിമാനം ഇങ്ങനെ പറത്തി. വിമാനം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് എന്റെ മേശപ്പുറത്ത് ലാൻഡ് ചെയ്ത്. ഞാൻ വിമാനം എടുത്ത് പോക്കറ്റിലിട്ട്, വേറൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് നാട്ടിൽ പോകാൻ നല്ലൊരു വിമാനമായി. കുട്ടിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി
ഒരു വരച്ച ഫോട്ടോസൊക്കെ ഞാൻ പകർത്തും, ഫോണിൽ പകർത്തും, നേരെ എന്റെ സിസ്റ്റത്തിൽ കൊണ്ടിടും. എന്നിട്ട് സ്മാർട്ട് ക്ലാസ് റൂമിൽ ചെന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോ ഞാൻ വരച്ച ചിത്രമാണുള്ളത് അല്ലേ. കുട്ടികൾക്ക് ഒരു സന്തോഷമാണ്, അവർക്ക് ഭയങ്കര അംഗീകാരമായി. അറബി സാർക്ക് ഇനി സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കാം, ശരിക്കിരുന്നിരും. ഇനി വേറെ 2-3 ഫോട്ടോസ് ഉണ്ട്, കാണണമെങ്കിൽ എല്ലാവരും ശരിക്ക് കേൾക്കണം. അവിടെ ഇങ്ങനെ ഇരുന്ന് എന്തിനാ ഫോട്ടോസ് കാണണ്ടേ, അതിനാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വെറുതെ ഒരു നമ്പർ. അപ്പൊ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ആ വിമാനം എനിക്ക് തരണം. അത് തരൂല. അവസാനമുള്ളത് പറഞ്ഞു, സാറേ ആ വിമാനം സാറ് തുറന്നു നോക്കിയാ എന്നെ പറ്റില്ല എല്ലാ അഭിപ്രായം പോകും. അപ്പൊ പിന്നെ എന്തായാലും ഇത് പ്രശ്നമാണല്ലോ. ആ നിലക്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാൻ നോക്കട്ടെ. അപ്പോൾ ആകെ പേടിച്ച് ഞാൻ ചെന്ന് തുറന്നു നോക്കുമ്പോ എന്താ അറിയോ, കുറച്ചുകൂടി ബാക്കിലേക്ക് പോകണം. ഒരു ദിവസം ഞാൻ സ്കൂള് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വരികയാണ്. അപ്പൊ ഹെഡ് മാസ്റ്റർ ഈ ഭാഗത്ത് 3 ബോയ്സും ഉണ്ട്, ഈ ഭാഗത്ത് 3 ഗേൾസും ഉണ്ട്. അപ്പൊ ഏത് സ്കൂളിലും അവിടുത്തെ കോടതി ജഡ്ജിയും DGPയും മറ്റേ ഒക്കാര അറബി മാഷായിരിക്കും. എന്താ മാഷേ ഞാൻ അങ്ങനെ വിളിച്ചണ്ടേ, എന്തേടാ? അത് സാറേ ഇല്ലേ എനിക്കോളെ ഇഷ്ടമാണ്. ഒരു പ്രശ്നമല്ല കുട്ടിയേക്ക് എന്താ വെച്ചാൽ നമ്മളങ്ങനെ ഓരോരുത്തർ ഫ്രീ ആയിട്ട് ഇടപെടുമ്പോ നമ്മളോട് അവർക്ക് പറയാൻ പേടില്ല. അറബി സാർ കൊണ്ടുപോയി സ്വീപ്പാക്കൂല എന്ന് തോന്നുന്നോണ്ടാണ് കുട്ടികൾ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് അടുത്ത ആഴ്ച കണ്ട് കല്യാണം ആക്കിയാലോ? പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു അത് വേണ്ട സാറേ, ഡിഗ്രി ഒക്കെ കഴിഞ്ഞോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്റെ ഇത്താത്തന്റെ കല്യാണം എന്നേനോ ഇത്താത്തന്റെ. അപ്പൊ +2 ആകുമ്പോ അവളെ കെട്ടിക്കും. നിനക്ക് +2 ആകുമ്പോ നിന്റെ കാക്കാന്റെ കല്യാണം കുറെ. അപ്പൊ നിനക്ക് കല്യാണം കഴിയോ? ഇല്ല. അപ്പൊ പിന്നെ അവളെ നിനക്ക് കല്യാണം കഴിക്കാൻ കഴിയോ? ഇല്ല. പിന്നെ കുറ്റല്ലേ? സാറേ ആയിക്കോട്ടെ, എന്നാ ഞാനിനി അങ്ങനൊന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സാധനം കിട്ടണത്. അപ്പൊ എന്റെ ഏറ്റവും അടിയിലെ കമന്റ് എന്താ അറിയോ? ഏറ്റവും അടിയിലെ കമന്റ്, ഹെഡ് മാസ്റ്റർ പറഞ്ഞാലും അറബി സാർ പറഞ്ഞാലും നമ്മൾ പിരിയുകയില്ല. അങ്ങനെയുണ്ട്. അത് കുട്ടികളുള്ളത് ഇവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 7ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള എന്താ അറിയോ, കുട്ടികൾക്ക് ധാർമ്മികമായ ബോധവൽക്കരണം കൊടുക്കണം. കൊടുക്കാതെ 5ാം ക്ലാസ് വരെ മദ്രസ പഠിച്ച് നിങ്ങൾക്ക് അറിയോ, നമ്മളെ KNMന്റെ പൊതുപരീക്ഷയിൽ ഫുൾ മാർക്കാ. എന്നിട്ട് ആ കുട്ടിക്ക് എന്താ അറിയാ? ഫുൾ മാർക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും അറിയോ? എന്തെങ്കിലും അവന്റെ അടുത്തുണ്ടോ? പാപ്പാന്റെ മയ്യിത്ത് നിസ്കരിക്കാന്, ഉമ്മാന്റെ മയ്യിത്ത് നിസ്കരിക്കാന്, നിസ്കരിക്കണ നിസ്കാരത്തിലെ ദിക്റ് ഒന്നും അറിയില്ല. കാരണം ആകെ ഞായറാഴ്ചയാണ് കുറച്ച് ക്ലാസ് എടുക്കാനുള്ളത്. അന്ന് ഉമ്മാന്റെ അനിയത്തിന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിന്റെ അവിടുത്തെ മുടികളയിലുണ്ട്, അതിന് പോണം. അതുകൊണ്ട് മാർച്ച് കയറാൻ പറ്റില്ല അല്ലേ? മദ്രസ വിദ്യാഭ്യാസം 2ാം നമ്പറാ. പിന്നെ ഇപ്പൊ അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഫുൾ മോറൽ സ്റ്റഡീസ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിക്കണേ ഈ വിഷയത്തിൽ കുറച്ച് ഇടപെട്ടതുകൊണ്ടും പഠിച്ചതുകൊണ്ടും പറയണം. ഏതെങ്കിലും ഒരു മോറൽ സ്റ്റഡീസ് ഉണ്ട് എന്ന് പറഞ്ഞ സ്കൂളിൽ ആ സിലബസ് ഒന്നും തരാൻ പറയും. ആ സിലബസ് ഒന്നും തരാൻ പറയും, കഴിയൂല. എന്നിട്ട് പിന്നെ മോറൽ സ്റ്റഡീസിന് ഒരു പീരീഡ് ഉണ്ടാവും. ആ പീരീഡ് ആദ്യം ഇങ്ങനെ വന്നിട്ട് അതിനാരെ നിശ്ചയിക്കാറിയോ? 1380 റുപ്യ ശമ്പളം കൊടുത്തിട്ട് ഒരു സാധുവിനെ നിശ്ചയിക്കും. ഓന് വേറൊരു ജോലിക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ കിടക്കണേ. 1380 റുപ്യക്ക് വേറെന്തെങ്കിലും പോണോനതിന് കിട്ടുമോ? മാസത്തിലെ ശമ്പളാണ്. ഒരു അവസാനം പിന്നെ മാത്സ് തീർന്നിട്ടില്ല അറിയുമ്പോ മാത്സിന്റെ ടീച്ചർ അവിടെ പോയി ക്ലാസ് എടുക്കും. ഏത്? പിന്നെ സോഷ്യൽ തീർന്നിട്ടില്ല, പിന്നെ സയൻസ് തീർന്നിട്ടില്ല, അവസാനം മോറലിന്റെ പീരീഡ് മാത്രം ഉണ്ടാവില്ല. ഈ മോറൽ ഇതുകൊണ്ട് സംഭവിക്കുക എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സ്വപ്നമൊന്നും സാക്ഷാത്കരിക്കപ്പെടില്ല കേട്ടോ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. മോഷണം, ആത്മഹത്യ പറയണം. എനിക്കൊരു കുട്ടി എഴുതി തന്നെന്താ അറിയോ? ഈ കഴിഞ്ഞ ഏപ്രിലിന്റെ തുടക്കത്തിൽ MSM നടത്തിയ റിലീഫ് സ്കൂളിൽ ഒരു കുട്ടി എഴുതി തന്നത്, എന്റെ സംസാരം കേൾക്കുന്ന രക്ഷിതാക്കളിൽ MSM നടത്തിയ മോറൽ സ്കൂളിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയി ഇത് കേൾക്കണം. നിങ്ങളെ ആ കുട്ടി ആരാന്ന് എനിക്കും അറിയില്ല. കാരണം അങ്ങനെ പേരെഴുതിയിട്ട് തരണ്ടാത്തൊരു സാധനം ആയതുകൊണ്ട് പേരെഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് കുട്ടീനെ അറിയില്ല. 3 തവണ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഒരു തവണ ബിൽഡിങ്ങിന്റെ മേലിൽ നിന്ന് ചാടി. രക്ഷിതാക്കള് വിചാരിച്ച് പിന്നെ ഞാനെന്തോ വീണതാണെന്നാണ്. കുട്ടികളെ മാനസികാവസ്ഥ എവിടെയാണെന്ന് ഞാൻ പറയണേ. ഒന്ന് കഴിഞ്ഞ് 2ാമത്തേന് ആത്മഹത്യക്ക് ശ്രമിക്കുക. അതേപോലെ തന്നെ ഒളിച്ചോടി പോവുക, പ്രണയം, എന്തെല്ലാണ് നടക്കുന്നത് അല്ലേ?
ഞാൻ ഈ ക്യാമ്പിലേക്ക് പ്രൊഫ്കോണൊക്കെ നടന്ന് മുടക്കാൻ പണിയെടുത്ത ആൾക്കാരുണ്ട്. ഓൽക്കതൊന്നും അറിയില്ല. നിങ്ങൾ ഓലെ പറ്റിയിട്ട് ബേജാറാണ്ട. കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രൊഫ്കോൺ വന്നപ്പോ പ്രൊഫ്കോണിൽ നിന്ന് എഴുതി കിട്ടിയ ഒരു വാചകാണ്. എന്തറിയോ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു പേഴ്സണുമായി, ഒരു വ്യക്തിയുമായി ഇന്റർകോഴ്സസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതേ ക്യാമ്പസിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. അവിടെയാണ് നമ്മളെ കുട്ടികളുള്ളത്. ഇതൊന്നും ഒരു വിഷയമല്ല. ആണും പെണ്ണും തൊട്ടിരുമി നിൽക്കലും ഷേക്ക് ഹാൻഡ് കൊടുക്കലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതൊക്കെ ഒരു പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്ന കാലത്തും ലോകത്തുമാണ് സുഹൃത്തുക്കളെ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് 7ാമത്തെ കാര്യം, മോറൽ തലത്തിൽ ഉള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വേണം. 8ാമത്തത് എന്താ അറിയോ, ആരുമായിട്ടാണ് കുട്ടി ഇടപെടുന്നത് എന്ന് അറിയണം. ഓൻ സ്ഥിരം ഫോൺ ചെയ്യലായിരിക്ക, അവന്റെ ഫ്രണ്ട്സ് ആരാ, അവൻ ആരപ്പ വരുന്നത്, ആരപ്പ പോണത് ഒക്കെ അറിയണം. ചില വീട്ടിലൊക്കെ ഡ്രൈവറെ കൂടെ പറഞ്ഞേക്കും. ഡ്രൈവർ ആരാ, ഇയാള് മനുഷ്യനാണ് അല്ലേ? ഡ്രൈവറുടെ കൂടെ പറഞ്ഞേക്കും. അവൻ വരുന്ന ബസ്സിലെ ഡ്രൈവർ ആരാ, ക്ലീനർ ആരാ, കണ്ടക്ടർ ആരാ? ആൺകുട്ടിയല്ലേ? ആൺകുട്ടിയാണെങ്കിൽ എന്താ? അതാണ് ഏറ്റവും വലിയ അപകടം അല്ലേ? അതാണ് ഏറ്റവും വലിയ അപകടം. ഹോമോസെക്സാലിറ്റിയിലൂടെ കുട്ടിയുടെ മാനസികാവസ്ഥയെ തകർത്ത് ഒന്നിനും പറ്റാത്തൊരു വേസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് കുട്ടി എങ്ങോട്ടാ പോണേ, എവിടുന്നാ വരണേ, ആരോടാ ബന്ധപ്പെടണം, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതാ ഞാൻ പറഞ്ഞേ, മക്കളെ വളർത്തൽ കുറച്ച് പാടാണ് മൊത്തം. അതേപോലെ പിന്നെ ട്യൂഷൻ സെന്ററുകൾ, ഇങ്ങനെ ഒരു പ്രൈവസി കിട്ടുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ കെയർ ചെയ്യണം. ഏറ്റവും പുതിയ കാലത്തും പുതിയ ലോകത്തും അത് ആവശ്യമാണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വളരെ ചുരുക്കിയാണ്ട് അവസാനിപ്പിക്കുകയാണ്. 9ാമത്തെ കാര്യം, ഇതിന്റെ എല്ലാം അപ്പുറത്ത് തൗഫീഖ് വേണം സുഹൃത്തുക്കളെ. നൂഹ് നബി അലൈഹി ഇസ്ലാമ മക്കളെ വളർത്താൻ അറിയാത്തതുകൊണ്ടല്ലോ, ആണോ? നൂഹ് നബി അലൈഹി ഇസ്ലാമക്ക് മക്കളെ വളർത്താൻ അറിയാത്തതുകൊണ്ടല്ലോ. ലൂത്ത് നബിക്ക് മക്കളെ വളർത്താൻ അറിയാത്തതുകൊണ്ടല്ല. അതിന്റെ അപ്പുറത്ത് അതിലൊരു പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു ഏരിയ ഉണ്ട്, അഭൗതികമായൊരു ഏരിയ ഉണ്ട്, റബ്ബ് മാത്രം ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ അത് റബ്ബിന് വിടണം. അവിടെ ഒരു ദുആ ഉണ്ട്, നിറക്കണ്ണുകളോടെ പ്രാർത്ഥിക്കേണ്ട ദുആ. എന്താണ് ആ ദുആ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്റെ മക്കളെടുത്ത് നിന്ന് എനിക്ക് കൺകുളിർമ തരണം. എല്ലാ 1-ാം തീയതി 5 ലക്ഷത്തിന്റെ നോട്ടും കെട്ടും കൊണ്ട് വാപ്പാന്റെ അടുത്ത് വരലാണോ? ആണോ? അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് തൂക്കി ജനറൽ വാർഡിലൂടെ പേഷ്യന്റിനെ പരിശോധിച്ചു നടക്കുന്ന ഡോക്ടറാകലാണോ? അല്ല സുഹൃത്തുക്കളെ, ഇതിന്റെ എല്ലാം അപ്പുറത്തൊരു പച്ചയായ മനുഷ്യനാകലാണ്. അതിന് കുട്ടികൾക്ക് ധാർമ്മിക വിദ്യാഭ്യാസം കൊടുക്കണം. അതിന് നമ്മളെ കുട്ടികളെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ അയക്കണം. MSM എന്നുള്ളത് നമുക്കുള്ളൊരു സെക്യൂരിറ്റിയാണ്. നമ്മളെ പണ്ഡിതന്മാര് KP മുഹമ്മദ് മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ ഉലമാക്കള് ഇതുണ്ടാക്കിയത് വെറുതെ അല്ല. ഇങ്ങനെ സീരിയസ് ആയ 100 കണക്കിന് ഇഷ്യൂസ് അറിയുന്നോണ്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, നിങ്ങളെ മരവിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞമ്മക്ക് അങ്ങനെ തൽക്കാലം ഫ്രിഡ്ജിൽ നിൽക്കാൻ പറ്റൂല, തൽക്കാലം അങ്ങനെ മരവിക്കാൻ പറ്റൂല നമ്മൾ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മ നമുക്കുള്ള സെക്യൂരിറ്റിയാണ്. എന്റെ ഒരു സുഹൃത്ത് അയാളിപ്പോ M.Tech കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ക്യാമ്പിൽ വെച്ച് അയാൾ പറഞ്ഞു, 10ാം ക്ലാസ് വരെ സ്കൂളിൽ അറബി മാഷ വാപ്പ ഏൽപ്പിച്ചു. ഞാൻ എങ്ങനെ ഇറങ്ങിയാലും അറബി മാഷ അറിയാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോ ഞാൻ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ പോയി പഠിക്കണം തീരുമാനിച്ചു. കാരണം പാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ നിയന്ത്രണത്തിൽ നിന്ന് പോയി ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി. അവിടെ ചെന്നപ്പോ ചെല്ലലിൽ തന്നെ അസ്സലാമു അലൈക്കും 2 കാക്കാരും ഒന്ന് സലാം പറഞ്ഞേ. അതോടെ കഥ കഴിഞ്ഞ് അവിടെ MSM-മാരുണ്ട്, ഓല ഇതിൽ കൂടി. ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്താണെങ്കിലും മെറിറ്റിൽ സീറ്റ് വാങ്ങും എഞ്ചിനീയറിംഗിന്. വാപ്പയാണെങ്കിൽ എനിക്ക് സജീവ ഖുർആൻ ക്ലാസ് ഒക്കെ നടക്കണേ. ഇപ്പോ പിന്നെ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ വളരെ ലൈവാണ് നമ്മളെ കുട്ടികൾ. അതേപോലത്തെ ഒരു ക്യാമ്പസിൽ എന്ത് ചെയ്ത് ഒരു സീറ്റൊക്കെ ഉറപ്പിച്ച് വാപ്പന്റെ എമൗണ്ട് ഒക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. ഞാൻ മെറിറ്റിൽ തന്നെ വാങ്ങുമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. സന്തോഷായി. എന്താ അവിടെ പോയിട്ട് ഒന്ന് അടിച്ച് തൂഫാനാക്കണം തീരുമാനിച്ച് ചെന്ന് 2-3 ദിവസം ഒന്നും ആരെയും കണ്ടില്ല. 4ാമത്തെ ദിവസം ഉണ്ട് 4-5 ആള് വലിയ താടിക്കാർ അസ്സലാമു അലൈക്കും. അതോടെ അവിടുത്തെ കഥയും കഴിഞ്ഞ്.
പിന്നെ ഹോസ്റ്റലിൽ നിന്ന് മാറി പള്ളിയിലായി. ആദ്യ ദിവസം ഖുർആൻ വായന കഴിഞ്ഞ് അടുത്ത ദിവസം ഇനി ഖുർആൻ വായിക്കുന്നത് നമ്മുടെ ഇന്ന ആളാകുന്നു അല്ലെ. ഖുർആൻ അമാനിമന്റെ പരിഭാഷ കയ്യിൽ തന്ന് ആ സലാമുകൾ ഞാൻ കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നിവിടെ എത്തൂലായിരുന്നു. അതുകൊണ്ട് ആ സലാം ഇഞ്ഞോട് പറയണം. ഞാനിപ്പോ കുറച്ചേലറ്റ് രംഗത്തില്ല അല്ലേ. ഇതൊരു സത്യമാണ് സുഹൃത്തുക്കളെ. ഈ കൂട്ടായ്മ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന നമ്മുടെ കൂട്ടായ്മ അത് തിരിച്ചറിഞ്ഞ എല്ലാ രക്ഷിതാക്കളും, എനിക്കറിയാം റിലീജിയസ് സ്കൂള് വിഷൻ പോലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾക്ക് 2000-2500 ഒക്കെ ഫീസ് വാങ്ങി നടത്തുന്ന ക്യാമ്പുക്ക് സ്ഥിരം കുട്ടികൾ വരല ഒരു ഏരിയയിൽ നിന്നാണ്. നമ്മളതിനു വേണ്ടി ഒരു വർക്കും ചെയ്യല, ഡേറ്റ് അനൗൺസ് ചെയ്യും. എന്താ അറിയോ, സ്വന്തം മോന്റെ മാറ്റം ബോധ്യപ്പെട്ട വാപ്പയാണ് പിന്നെ പല ബന്ധങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നരല്ലേ. എനിക്ക് എണ്ണി പറയാൻ പറ്റും അല്ലേ. ആലുവയിൽ നിന്നൊരു കുട്ടിയും അതിൽ പങ്കെടുക്കല്ല. ഞാൻ ഉള്ളതുകൊണ്ട് പറയണേ, ഇത്രയും കാലം ഒരു കുട്ടി ആലുവയിൽ നിന്ന് പങ്കെടുത്തിട്ടില്ല. പക്ഷെ ആലുവയിൽ നിന്ന് ഒരു രക്ഷിതാവ് കൊണ്ടുവരട്ടെ, അടുത്ത കാലം മുതൽ ആലുവയിൽ നിന്ന് ഉണ്ടാകും. 10 ദിവസം നമ്മളെല്ലാ പ്രമുഖരായ പണ്ഡിതന്മാരും വരിക, ക്ലാസ് എടുക്കുക, ഉപദേശം കൊടുക്കുക, കൗൺസിലിംഗ് നടത്തുക. അങ്ങനെ വളരെ സജീവമായി ലൈവായി കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. ഇപ്പൊ ഈ വർഷം നമ്മള് കൊല്ലത്ത് നടന്ന ക്യാമ്പിൽ പങ്കെടുത്ത നമ്മുടെ ഒരു മോനുണ്ട്, ഒഴിവാക്കിക്കൊണ്ടല്ല ഞാൻ പറയണത്. ഈ നിലയ്ക്ക് നമുക്ക് നമ്മളൊരു കൂട്ടായ്മയെ ഇവിടെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ കൂട്ടായ്മയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വിശേഷിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന നിലയ്ക്ക് MSM നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളെ കുട്ടികളെ അയക്കേണ്ടതുണ്ട്. അയക്കുമ്പോൾ CR എന്നുള്ളത് വലിയ ദൗത്യം യഥാർത്ഥത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ദൗത്യം. ഇപ്പോ ഒരു പ്രണയത്തിൽ കുടുങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ച് അവസാനം രക്ഷപ്പെട്ട് പോരുമ്പോ ഡോക്ടർ പറഞ്ഞു ഇനി അവന് കിട്ടേണ്ടത് ആത്മീയ ഉപദേശങ്ങളാണ്. ആ ആത്മീയ ഉപദേശം തേടി ചെന്നപ്പോ മദ്രസിൽ കൊണ്ടിരുത്താൻ പറ്റില്ലല്ലോ. നമ്മളെ CRE സെന്ററിലാണ് എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പരിവർത്തനം വന്ന ഒരു April 1 നടത്തിയൊരു ഫീഡ്ബാക്ക് ഡേയില് ഒരു കുട്ടി എഴുതിയ കത്ത് കേരളത്തിൽ പല സ്ഥലത്തും ഫ്ലെക്സായി CRക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു CRന്റെ ഒരു ലെറ്റർ ആയിട്ട് തന്നെ പലയിടത്തും ചില ആളുകളുടെയെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അത് ആ കുട്ടിന്റെ കത്താണ്. എന്നെ നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും എത്തിച്ച MSMനും CRക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നുള്ളത് ഹൃദയം കൊണ്ട് എഴുതുന്ന വരികയാണ്. അതുകൊണ്ട് CR നമുക്ക് വേണം. നമ്മളെ കുട്ടികളെ നമ്മളെ കൂട്ടായ്മയിൽ വിടണം. അപ്പൊ പരീക്ഷയുടെ വലിയ പ്രശ്നം പറയാം, ട്യൂഷൻ പരീക്ഷ അല്ലെ. ഈ പരീക്ഷയിലെ റിസൾട്ട് കിട്ടിയിട്ട് ആ റിസൾട്ട് കൊണ്ടോ പോകുന്ന നമുക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ആലുവയിലെ ഈ ക്യാമ്പ് സൈറ്റിൽ, ആലുവയിലെ വരുന്ന വഴിക്കുള്ള ക്യാമ്പ് സൈറ്റിൽ MSMന്റെ പ്രോഫ്കോണിന് ഒരു വാഹനം നിറയെ കുട്ടികളെയും കൊണ്ടുവന്ന ഒരു കുട്ടി ഒന്ന് ഖബറിലാണ്. ഇവിടെ ക്യാമ്പ് കഴിഞ്ഞിന്റെ ശേഷം അവിടെ കരഞ്ഞിരിക്കുകയാണ്. അപ്പം കാരണം അന്വേഷിച്ചപ്പോൾ അവന്റെ കൂടെ വന്ന ഫ്രണ്ട്സ് എറണാകുളത്തുള്ള ഏതോ ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോയി. ആ വിഷമം കൊണ്ടാണ്. അവനവരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് ഫലിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് അല്ലേ. ആ കണ്ണീരാണ് അവനെ നമ്മളിൽ തമ്മിൽ ഇണക്കിയത്. പക്ഷെ അടുത്ത പ്രോഫ്കോണിന്റെ മുമ്പ് ഒരു ലോറിന്റെ അടിയിൽ അവൻ അവസാനിച്ചു. അവന് SSLC നല്ല മാർക്കുണ്ട്, +2 നല്ല മാർക്കുണ്ട്, ഒക്കെ ഉണ്ട്. ആ മാർക്കിന് സുഹൃത്തുക്കളെ ലോകത്ത് ആർക്കാ ഉപകരിക്കുക? അതുകൊണ്ട് അൽഹംദുലില്ലാ എറണാകുളം ജില്ലയിലെ MSM പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടിയത് ഒരു പുതിയ ഇഷ്യൂസിന്റെ ശേഷമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം 100 പേർ പങ്കെടുത്ത നല്ലൊരു ക്യാമ്പ് നമ്മുടെ സുഹൃത്തുക്കൾ ഓർഗനൈസ് ചെയ്തിരുന്നു. ഇവിടെ മലപ്പുറം സ്വദേശിയും ഇവിടെ ജോലി ആവശ്യാർത്ഥം ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്ത എന്റെ സുഹൃത്ത് അജ്മൽ, അതേപോലെ തന്നെ ആലുവയിലുള്ള നമ്മുടെ സുഹൃത്ത് ഫർഹാൻ പോലുള്ള ആളുകളുടെ, ഞാൻ അവരെ പേരുകളെടുത്ത് പറയണത് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും കുട്ടികളെ കണക്ട് ചെയ്യാനും വേണ്ടിയാണ്. ആ നിലക്കുള്ളൊരു ശക്തമായൊരു നിര നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട്. എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഉഴപ്പ് കളി അവസാനിപ്പിച്ചിട്ട് മൊത്തം എല്ലാ തലത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, മൊത്തം ഈ ഉഴപ്പ് കളി അവസാനിപ്പിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സജ്ജമായി ഈ രംഗത്ത് യഥാർത്ഥത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. ഈ രംഗത്ത് ഇറ്റിവീഴുന്ന വിയർപ്പ് കണങ്ങൾ നാളെ പരലോകത്തെ നമുക്ക് ഉണ്ടാകും. അതൊക്കെ നടന്നോളും. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വിജ്ഞാനവേദിക്ക് വന്നാൽ തന്നെ അവിടെ റെഡി ആയിരിക്കും. അവിടെ അങ്ങനെ വന്ന് സീറ്റിലൊക്കെ ഇരുന്നാണ്ട് തിരിച്ചുപോയ സംഗതി ആയി എന്ന് വിചാരിച്ചാല് സംഗതി ആകും. നമ്മളെ ഖബർക്കുള്ളത് നമ്മൾ വേറെ ഉണ്ടാക്കണം. മനസ്സിലായോ? നമ്മളെ ഖബർക്കുള്ളത് നമ്മൾ വേറെ ഉണ്ടാക്കണം. നാളെ രാവിലെ 8 മണിക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ളതേക്കാണ് ചിലപ്പോൾ നമ്മളത്. അതുകൊണ്ട് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിന് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, സംഭവിക്കൂല ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ പൊളിക്കാനും തകർക്കാനും വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ഒരു യോഗത്തിലെ പോക്കറ്റിലിട്ട് രഹസ്യമായി റെക്കോർഡ് ചെയ്ത MP3 റെക്കോർഡറിലെ ശബ്ദം എങ്ങനെ പുറം ലോകത്ത് വന്നു? പടച്ചോൻ ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെയുണ്ട്. ശിർക്ക് ആക്കാൻ പ്രയാസാണ് എന്ന് ഇന്ന് ശിർക്കാന്ന് പറഞ്ഞതിനെ കുറിച്ച് എങ്ങനെ പുറത്തു വന്നു?
അതൊക്കെ നല്ല സൂചനകളാണ്. അതുകൊണ്ട് നിരാശരാകാതെ കൂടുതൽ ശക്തമായി നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാ മാസവും ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തി കൂടുതൽ ആവേശോജ്വലമായി മുന്നോട്ട് പോകാൻ പറ്റണം. 10 ആളെ പണി ഒരാൾ എടുക്കേണ്ട സമയമാണ് ഇപ്പോൾ. എനിക്ക് അങ്ങനെ പറയുള്ളത്. 10 ആളെ പണി ഒരാൾ എടുക്കേണ്ട സമയം നിങ്ങൾ എടുത്തോളി. 1.5 കൊല്ലം കൊണ്ട് പൂർവാധിക ശക്തിയിൽ നമുക്ക് ദഅവത്ത് വീണ്ടും മനോഹരമായി ലോഞ്ച് ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കൾ അവർ ഡൈവേർട്ട് ചെയ്ത് തൗഹീദിന്റെ അകക്കാമ്പുകളിലാണിപ്പോൾ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഖുർആനിനെയും ഇതര വേദങ്ങളെയും ഒക്കെ വ്യത്യസ്തമായ തലങ്ങളിൽ അവതരിപ്പിച്ച് ഇസ്ലാമിക ദഅവത്തിന് മുന്നേറ്റമുണ്ടാക്കിയ ഒരു ബഹുമാന്യ സുഹൃത്തിന്റെ ലഘുലേഖ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നത്